ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ കിട്ടാറുണ്ടല്ലേ. അപ്പോൾ നമ്മളത് വെറുതെ മാറ്റി വെച്ചിരിക്കും. അതുകൊണ്ട് ഒരു 100 കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് അലമാര മുതൽ അടുക്കള വരെ എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് വന്ന് കുഞ്ഞുങ്ങളൊക്കെ ഊരി അവിടെ ഇവിടെയൊക്കെ വെക്കാറുണ്ട്. നമ്മളായാലും തന്നെ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്ന് സ്ലൈഡും തലയിലിടുന്ന ബന്നും കാര്യങ്ങളും വളയും മാലയും എല്ലാം ഊരി നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറ്റി വെക്കാറുണ്ട്. ഇതുപോലൊരു ബോക്സ് നമ്മൾ കരുതി വെച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വന്നിട്ട് ഇതുപോലെ ഊരി മാറ്റി വെക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും ആ ശീലം പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീട് പരമാവധി വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ കാണുന്നിടത്തും ടേബിളിലും ഒന്നും ഊരി വെക്കാതെ ഇതുപോലെ ബോക്സിൽ ഊരി വെച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീട് അത്യാവശ്യം നമുക്ക് നീറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിയും. അത്യാവശ്യം നമ്മൾ ഇത് ഓരോടത്തായിട്ട് ഊരി വെച്ചിട്ട് നമ്മൾ നോക്കി നടക്കേണ്ട ആവശ്യവും ഇല്ല. നമ്മളിതുപോലെ ബോക്സിൽ ഊരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്കായാലും പനിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ മരുന്ന് കുപ്പിയും ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ കിടക്കുന്ന ഭാഗത്തായിട്ട് ജനലിൻ്റെ ഈ ഒരു അരുവിനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കൂലേ. അപ്പോൾ നമ്മൾ രാത്രി സമയത്ത് മരുന്നൊക്കെ പെട്ടെന്ന് എടുക്കാനും പിന്നീട് നമ്മൾ ആ മരുന്നെടുത്ത് തിരിച്ച് വെക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ അത് വീട്ടിന് നമുക്ക് കാണാനൊരു വൃത്തികേടുമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് എടുത്തിട്ട് ജനലിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് എടുക്കാൻ എളുപ്പമായിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിതുപോലെ രാത്രി സമയമാകുമ്പോൾ മാത്രം നമുക്കെടുത്ത് അടുത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കാനും നല്ല എളുപ്പമായിരിക്കും. പിന്നെ നേരം വെളുക്കുമ്പോൾ നമുക്ക് അതെടുത്തിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഒതുക്കി മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വീട് നീറ്റായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മരുന്നും കാര്യങ്ങളൊന്നും നമ്മൾ പാതിരാത്രി എണ്ണിട്ടിട്ട് നമുക്ക് എണ്ണിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ജനലിൻ്റെ ഭാഗത്തായിട്ട് നിരത്തി വെക്കും. അപ്പോൾ ഇനി ഇതുപോലെ ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഉപയോഗിച്ചതിന് ശേഷം അത് രാവിലെ എടുത്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ പിന്നും സേഫ്റ്റി പിന്നും നെയിൽ കട്ടറും സൂചി നൂലും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കൊണ്ടുവെക്കും. പിന്നെ നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്തായിരിക്കും നമ്മളത് തിരക്കുക. അപ്പോൾ ഇതുപോലുള്ള ബോക്സിനകത്ത് ഇട്ടിട്ട് നമ്മളൊരിടത്ത് ഇതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ വീടും കുറച്ച് നീറ്റായിട്ടിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ കുഞ്ഞുനാൾ തൊട്ടേ അതുപോലെ ശീലങ്ങൾ ശീലിച്ച് കഴിഞ്ഞാൽ വീട് അത്രത്തോളം നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് തിരക്കി നടക്കേണ്ട ആവശ്യവുമില്ല. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ നമുക്കിതുപോലെ ഇട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിയടിക്കാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ക്രയോൺസും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഉപയോഗിച്ചതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇടാറുണ്ട്. അപ്പോൾ ഇതുപോലൊരു ബോക്സ് അവരുടെ കയ്യിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരുടെ വരപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരതുപോലെ ചെയ്തോളും. അപ്പോൾ അമ്മമാരുടെ ജോലിപ്പാടും കുറച്ച് കുറയും. അതുപോലെ തന്നെ വീട് നമുക്ക് അത്യാവശ്യം നീറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ക്രയോൺസ് മാത്രമല്ല പെൻസിലും കട്ടറും മായ്പറും എല്ലാം ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതുപോലെ തന്നെ ചെയ്തോളും കേട്ടോ. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ സിങ്കിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ലിക്വിഡും കാര്യങ്ങളുമൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ വെക്കാറുണ്ട്. ഇതുപോലെ പാക്കറ്റ് ലിക്വിഡൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിട്ട് പകുതി യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ മാറ്റി വെച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചരിഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാൽ ലിക്വിഡൊക്കെ ഇതുപോലെ ഒഴുകി പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇതുപോലെ ബോക്സിനകത്ത് വെച്ച് കൊടുത്തിട്ട് സ്ക്രബ്ബറും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ നമുക്ക് അത്യാവശ്യം സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് കാണാനും കുറച്ച് നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടെ ഒന്ന് കൊടുത്തേക്കണേ. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ ഓയിൽ ഒഴിച്ച് വയ്ക്കുന്ന ബോട്ടിൽസൊക്കെ നമ്മൾ എത്ര തന്നെ അവിടെ തുടച്ച് വൃത്തിയാക്കിയാലും അതിൻ്റെ ആ ഒരു പിശിപ്പ് ആ ഒരു സ്ലാബിലോ കബോർഡിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതുപോലെ ബോക്സിനകത്ത് ആ ഓയിലിൻ്റെ ആ ഒരു ബോട്ടിലുണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊരു അരികിനായിട്ട് വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ സ്ലാബിൽ പറ്റുന്ന ആ ഒരു എണ്ണക്കറ നമുക്ക് മാക്സിമം ഒഴിവാക്കി കിട്ടും. അതുപോലെ തന്നെ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ഇതുപോലെ ഈ ഒരു ബോക്സ് നമുക്ക് കഴുകി എടുക്കാവുന്നതാണ്. അപ്പോൾ കിച്ചൻ്റെ ആ ഒരു ഭാഗവും നമുക്ക് നീറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ എത്ര തന്നെ നമ്മൾ ഒതുക്കി വെച്ചിരുന്നാലും തന്നെ കബോർഡിലായിരുന്നാലും സ്ലാബിലായിരുന്നാലും തന്നെ ആ ഒരു എണ്ണക്കറയൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു എണ്ണക്കറ ഒഴിവാക്കി കിട്ടാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ കുമിഞ്ഞൊക്കെ നമ്മൾ മേടിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ബോക്സിനകത്ത് മേടിക്കുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിട്ട് ബാക്കി ഇതുപോലെ വെച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോകാറുണ്ട്. മാത്രമല്ല ബോക്സിനകത്തൊക്കെ ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് കത്തി വരാനും വലിയ പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ ബോക്സിനകത്ത് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം അപ്പോൾ ഇതുപോലെ കണ്ടെയ്നറിനകത്ത് ഇട്ടിട്ട് അടച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ആ സുഗന്ധം നമുക്ക് നിലനിർത്താനും
അപ്പോൾ ഇതുപോലെ ഈർപ്പമൊന്നും പിടിക്കാതെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ കർപ്പൂരവും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല പൂജാമുറിയുടെ ഭാഗത്തായിട്ട് വിളക്കത്തിരിയും തീപ്പെട്ടിയും എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് ഒരേപോലെ ബോക്സിനകത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതിന് മണവും കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്കിതുപോലെ നമുക്ക് മഴക്കാലം ആയാലും തന്നെ സൂക്ഷിക്കാനായിട്ട് കഴിയും. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഫ്രിഡ്ജിനുള്ളിൽ ഇതുപോലെ നമുക്ക് വെജിറ്റബിൾസ് തക്കാളിയും പച്ചമുളകും ഒക്കെ നമുക്കിതുപോലെ സൂക്ഷിക്കാനായിട്ട് കഴിയും. തക്കാളിയും പച്ചമുളകും മാത്രമല്ല, നമുക്ക് ഏത് പച്ചക്കറി ആയിരുന്നാലും തന്നെ നമുക്കിതുപോലെ ഫ്രിഡ്ജിനകത്ത് ബോക്സിനകത്തിട്ട് അടച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ പാക്കറ്റിനകത്ത് ഈ ആട്ടപ്പൊടിയും അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ പല്ലിയും പാറ്റയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ബാക്കി വരുന്ന പാക്കറ്റ് പൊടികൾ ഇതുപോലെ മടക്കി നമുക്കിതുപോലെ ബോക്സിനകത്തിട്ട് അടച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.